നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ പുതിയ റെസിഡൻസി നിയമം അധികം വൈകാതെ തന്നെ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ആഭ്യന്തര മന്ത്രാലയം ഭേദഗതി വരുത്തിയ പുതിയ നിയമം എന്നു മുതൽ നടപ്പിലാക്കുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തുടരുന്നതിനിടയിലാണ് ഈ നീക്കം. കഴിഞ്ഞ മാസം ആദ്യം മന്ത്രിസഭാ ഭേദഗതിക്ക് അംഗീകാരം നൽകിയതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇതിനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. കുവൈറ്റിൽ 60 വർഷമായി പാലിച്ചു വന്നിരുന്ന റെസിഡൻസി നിയമത്തിൽ കാതലായ മാറ്റം വരുത്തിയാണ് പുതിയ നിയമത്തിന് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് അംഗീകാരം നൽകിയത്. 7 അധ്യായങ്ങളിലായി 36 ആർട്ടിക്കിളുകൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ വിദേശ റെസിഡൻസി നിയമം. പുതിയ നിയമത്തിലെ ആർട്ടിക്കിളുകൾ 6, 9, 11, 12, 13 എന്നിവ സംബന്ധിച്ച് വിദേശികൾ ജാഗ്രത പാലിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മന്ത്രാലയം പ്രസ്താവന ഇറക്കി. ആർട്ടിക്കിൾ 9 പ്രകാരം റെസിഡൻസി വിസ കരസ്ഥമാക്കി രാജ്യത്ത് പ്രവേശിച്ച ശേഷം രേഖകൾ നിയമാനുസൃതമാക്കാൻ കാലതാമസമെടുത്താൽ ആദ്യ മാസം 2 ദിനാർ വെച്ചും പിന്നീടുള്ള ഓരോ ദിവസത്തിനും 4 ദിനാറുമാണ് പിഴ. 1200 ദിനാറാണ് പരമാവധി പിഴ. സന്ദർശക വിസയിൽ വന്ന് കാലാവധിക്ക് ശേഷം രാജ്യത്ത് തുടർന്നാൽ പ്രതിദിനം 10 ദിനാർ മുതൽ പരമാവധി 2000 ദിനാർ വരെയാണ് പിഴ. താൽക്കാലിക താമസ കാലാവധി അവസാനിച്ച പ്രവാസികൾക്കും താമസ വിസ പുതുക്കാത്തവർക്കും ഇത് ബാധകമാണ്. മുൻപ് ഇത്തരം നിയമലംഘനങ്ങൾക്കുള്ള പരമാവധി പിഴ 600 ദിനാർ ആയിരുന്നു. പുതുക്കിയ ഘടനയിൽ റെസിഡൻസി ഉടമകൾക്ക് പരമാവധി 1200 ദിനാറും സന്ദർശകർക്ക് 2000 ദിനാറും പിഴ ചുമത്താനുമാണ് തീരുമാനം. കുട്ടികളുടെ ജനനം 4 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് ചെയ്യാത്ത പക്ഷം പിന്നീട് വരുന്ന കാലതാമസത്തിന് ആദ്യത്തെ 1 മാസത്തിന് 2 കുവൈറ്റി ദിനാർ ഓരോ ദിവസവും, 1 മാസത്തിന് ശേഷമുള്ള ഓരോ ദിവസത്തിന് 4 ദിനാർ വീതവും പിഴ ഒടുക്കേണ്ടി വരുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫാമിലി വിസിറ്റ് വിസയുടെ കാലാവധി 1 മാസത്തിൽ നിന്ന് 3 മാസമായി ഉയർത്തുന്നതാണ് പുതുതായി അംഗീകരിച്ച താമസ നിയമത്തിലൂടെ നടപ്പിലാക്കുന്ന പ്രധാന മാറ്റങ്ങളിലൊന്ന്. കുവൈറ്റിലേക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്ന പ്രവാസികൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. കൂടാതെ വിസ കച്ചവടത്തിന്റെ പേരിൽ നടക്കുന്ന ചൂഷണം തടയുന്നതും പുതിയ നിയമം നടപ്പിലാക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നു. റെസിഡൻസി പെർമിറ്റ്, വിസ പുതുക്കൽ എന്നിവ പണം ഈടാക്കി നൽകുന്നവർക്ക് കർശന പിഴ ചുമത്തും. തൊഴിലുടമകൾക്ക് അവരുടെ യഥാർത്ഥ റിക്രൂട്ട്മെന്റ് ആവശ്യത്തിന് അല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്ക് പ്രവാസികളെ നിയമിക്കുന്നതിൽ നിന്ന് ഇപ്പോൾ വിലക്കുണ്ട്. ഇതുകൂടാതെ ശരിയായ അംഗീകാരമില്ലാതെ തൊഴിലാളികളെ മറ്റുള്ളവർ ജോലിക്കെടുക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ചുമതല അവർക്കാണ്. വിസ വ്യാപാരം ഇല്ലാതാക്കുക, തൊഴിലുടമയുടെ ദുരുപയോഗം പരിഹരിക്കുക, വിദേശ റെസിഡൻസി, തൊഴിൽ അവകാശങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ലംഘനങ്ങൾക്ക് കടുത്ത ശിക്ഷകൾ ചുമത്തുന്നതിന് കൂടുതൽ പ്രാധാന്യം പുതിയ നിയമം നൽകുന്നു. വിസയിൽ പറഞ്ഞിട്ടുള്ളതല്ലാതെ ആവശ്യങ്ങൾക്ക് തൊഴിലാളികളെ നിയമിച്ചാൽ 3 മുതൽ 5 വർഷം വരെ തടവോ 5000 ദിനാർ മുതൽ 10000 ദിനാർ വരെ പിഴയോ ലഭിക്കും. എൻട്രി വിസ, റെസിഡൻസി പെർമിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ടും പ്രവാസിയുടെ റിക്രൂട്ട്മെന്റുമായും ബന്ധപ്പെട്ട് നടക്കുന്ന ചൂഷണങ്ങൾ, വിസ കച്ചവടം, വിസ പുതുക്കുന്നതിന്റെ പേരിൽ പണം ഈടാക്കൽ തുടങ്ങിയവ കർശനവുമായി തടയുന്നതാണ് പുതിയ നിയമം. മാത്രമല്ല, ശമ്പള കുടിശ്ശിക വരുത്തുന്നത് കുറ്റകരമാണെന്നും കരട് നിയമം പറയുന്നു. റെസിഡൻസിയുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകളിൽ ഏർപ്പെടുന്ന പ്രവാസികൾക്ക് 1 വർഷം തടവോ 1000 ദിനാർ പിഴയോ ലഭിക്കും.